എന്താ സിനിമ കണ്ടായിരുന്നു? കുഴപ്പമില്ല. ചേട്ടാ സിനിമ കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമ നല്ല ചിത്രമായിരുന്നു. എം പത്മകുമാർ എന്ന സംവിധായകന്റെ ഈ ഒരു ക്യൂൻ എലിസബത്ത് എന്ന ചിത്രം നരേന്റെയും അതേപോലെ തന്നെ മീരാസ്മിന്റെയും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. അവരെ റോള് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയത്. തീർച്ചയായിട്ടും ഫാമിലി കാണാൻ പറ്റും. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. മീരാസ്മിന്റെ ഒരു തിരിച്ചുവരവാണെന്ന് തന്നെ പറയാം. അവര് കഴിവ് തെളിയിച്ചൊരു അഭിനേത്രിയാണ്. തീർച്ചയായിട്ടും നല്ല ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. തീർച്ചയായും നല്ല മൂവിയാ. മീര ചേച്ചീനെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോ ഒരു ഭയങ്കര സന്തോഷം. ആ ഒരു പേര് മീര ചേച്ചിയും നരേൻ ചേട്ടനും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ക്യൂട്ട് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. നല്ലൊരു തിരിച്ചുവരവാണോ ഇത്? തിരിച്ചുവരവരെ കൂടെ ഓൾറെഡി ഉള്ളവരൊക്കെ തന്നെയല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷം. വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പേരല്ലേ, രസമുണ്ട് കാണാൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. പ്രത്യേക രസം. ഇതുവരെ കാണാത്തൊരു ക്ലൈമാക്സ് ആയി പോയി. ഞാൻ മീര ജാസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കസ്തൂരിമാൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ വന്നാലും ഞാൻ ഫുൾ ഇരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. കൊള്ളാം. തിരിച്ചുവരവ് കൊള്ളാം. ഞാൻ കുറച്ച് കണ്ടോളെങ്കിലും ഞാൻ ഇവിടെ ചിരിക്കണായിരുന്നു. എന്റെ അടുത്തിരിക്കുന്ന ആൾക്കറിയാം ഞാൻ ചിരിക്കണായിരുന്നു. കുറച്ച് സീനുകളെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് ഞാനത് കണ്ടോണ്ടിരുന്നത് നല്ല രസത്തിലാണ്. ഞാൻ മറ്റൊരു സിനിമ ആദ്യം നിന്ന് ഇറങ്ങി വന്നത് ഈ സിനിമ കണ്ട. പക്ഷെ കൊള്ളാം. ഫാമിലി മൂവിയാണോ ടോട്ടലി കണ്ടപ്പോ? ഫാമിലി മൂവിയാണ്. അത് ഞാൻ കേറി വരുമ്പോ കാണുന്ന സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സീനാണ്. അതുകൊണ്ട് അതേ ഓർമ്മ തന്നെ ഉള്ളു. അതുകൊണ്ടാ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. കൊള്ളാം. പിന്നെ ഞാൻ ഇടക്കിടക്ക് ചെവിപ്പുട്ടി കിടക്കാനായിട്ട് ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഇറങ്ങി ഓർഡറായിട്ട് ഓർക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അത് സിനിമയെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീര ജാസ്മിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും അത് അവരുടെ റിസോർട്ട് തോന്നി. അത്ര നല്ല നരനുമായിട്ടുള്ള കോമ്പിനേഷൻ നല്ല രസമാണ്. നരൻ അത്യാവശ്യം നല്ലൊരു ആക്ടറാണ്. അടിപൊളിയാണ്. രണ്ടുപേരുള്ള കോമ്പോ നല്ല രസമുണ്ട്. ഞാനിത് ഫുള്ള് കണ്ടിട്ട് ഞാൻ പറയാം. ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് പറയാം. ഇത് നീലക്കുയിലേ അതാവുള്ള ചാനലിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. നമുക്ക് ജീവിക്കാനും മരിക്കാനും ഒക്കെ അല്ലെ, ജീവിക്കുമ്പോൾ മരിക്കണമെന്നും മരിക്കുമ്പോൾ ജീവിക്കണമെന്നും തോന്നും. ഭയങ്കര മെസ്സേജ് തരുന്ന ഒരു സിനിമ കേട്ടോ. നമ്മള് പപ്പേറിന്റെ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇത്തരമൊരു സിനിമ പപ്പേറിന്റെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറമാണ്. പിന്നെ നമ്മൾ പറയാം മിരാസ്മിന്റെ ഒരു തിരിച്ചുവരവെന്നൊന്നും പറയാൻ പറ്റില്ല. മിരാസ്മിൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. നരൻ നമ്മൾ കണ്ടിറങ്ങി ഇന്നുവരെ കാണാത്ത രീതിക്കുള്ള ഒരു നരനെയാണ് നമ്മളിന്ന് കാണാൻ നമുക്ക് സാധിച്ചത്. പക്ഷെ ഭയങ്കര വർക്കൗട്ടായ കോംബോ ആയിട്ട് ഇവര് ആ കോംബോ അല്ല, ഇവര് 4ാമത്തെ സിനിമയാണ്. അതിൽ ഒരു മാറ്റമില്ല. ഇവരെ കോംബോ ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്ത സിനിമയാണ്. ആ മീര ജാസ്മിന്റെ അഭിനയവും നരന്റെ അഭിനയം വെച്ച് നോക്കുമ്പോൾ പപ്പേട്ടന്റെ ഒരു മികവ് ഭയങ്കരമായിട്ട് ക്ലാസിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ക്ലാസ് സിനിമയ്ക്ക് ഒരു പേര് കൊടുക്കണമെങ്കിൽ ക്യൂൻ എലിസബത്തിന് തന്നെ കൊടുക്കാം. അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് എന്റെ ഫീൽ കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സും തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും കൊണ്ട് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഗംഭീര സിനിമയാണ്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പല സ്ഥലങ്ങളിലും ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കോൾസ് വന്നിട്ട് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പല സ്ഥലത്തുനിന്ന് വന്നു. ഇനിയിപ്പോ ഞാനിപ്പോഴാണ് പടം ഫുൾ കാണുന്നത്. ഐ മീൻ തിയേറ്റർ ഓഡിയൻസിന്റെ കൂടെ. ഇനി ആസ് ഓഫ് നൗ വെരി ഗുഡ്. സന്തോഷം. തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ പടം കാണൂ. തിയേറ്റേഴ്സ്. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.